നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ പുളിയുള്ള കൂട്ടാനുകളെല്ലാം ഉണ്ടാക്കണത്. എനിക്കും ഇഷ്ടം അതാണ്, പുളിയുള്ളത് ഇഷ്ടം. മാങ്ങയിട്ടിട്ടോ പുളി ഒഴിച്ചിട്ടോ അങ്ങനെയുള്ള പുളിയുള്ള കൂട്ടാനാണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കണത്. ഇനി പുളി ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കൂട്ടാൻ വയ്ക്കാം കേട്ടോ. ഇതാണ് പടവലങ്ങയാണ് കേട്ടോ. പടവലങ്ങ കൊണ്ട് നമുക്കൊരു പുളിയില്ലാത്ത കൂട്ടാൻ വയ്ക്കാം. പുളി ഇഷ്ടമില്ലാത്തവർക്ക് മാത്രമല്ല, പുളി ഇഷ്ടമുള്ളവർക്കും ഈ കറി എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ ഇതൊരു എളുപ്പക്കറിയാണ്, നമുക്കുണ്ടാക്കാം. എന്താ ഓക്കെ. ഇതാണ് കേട്ടോ പടവലങ്ങ. അപ്പം നമുക്കിതിനെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുരും ചോറും ഒക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം കേട്ടോ. തുമ്പൊന്ന് മുറിച്ചു, അധികം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് മൂത്തിട്ടുണ്ടെങ്കിൽ ഒരു നാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കണ്ടു, അത് അധികം മൂത്തിട്ടില്ല. ഇങ്ങനെ പതുക്കനെ കത്തിയോണ്ട് ഒന്നങ്ങോട്ട് നീക്കിയാൽ അതിന് തൊലിയൊക്കെ ഒന്ന് പോകും. ഇനി ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോറ് കുരു ഒക്കെ കളയാം. രണ്ടെണ്ണത്തിന് പുറത്ത് കുറച്ചും കൂടി തൊലിയുണ്ട്, അത് കളയാട്ടെ, ചിരണ്ടി കളയാം. ഈ കുക്കറിൽ ഞാൻ ഒരു വാളം പരിപ്പ് അടപ്പത്തിട്ടുണ്ട് കേട്ടോ. അത് വിസിലൊക്കെ വന്നിട്ടുണ്ട്, പ്രഷർ പോകാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. അപ്പോൾ പടവലങ്ങ നമുക്ക് തൊലിയും കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുതാക്കിയിട്ട് നുറുക്കാം. പടവലങ്ങ നല്ലതാണ് വയറിന്. ഇത് ഉപ്പേരി വയ്ക്കാം, തോരൻ വയ്ക്കാം, കറി വയ്ക്കാം, പലതരത്തിൽ അവിയൽ വയ്ക്കാനൊക്കെ എടുക്കാം കേട്ടോ. നല്ല സാധനമാണ് പടവലങ്ങ. സ്നേക്ക് ഗാർഡ് എന്ന് പറയും. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടോ, പരിപ്പ് വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ്. ഇനി നമുക്കതിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന പടവലങ്ങ അതിലേക്കിടാം. പടവലങ്ങയൊക്കെ ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടു. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം, 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പരിപ്പിൻ്റെ വെള്ളം കുറച്ചുണ്ട് ഇതിൽ, ഇത്ര മതി. വെള്ളം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടു, വെള്ളമൊഴിച്ചു. ഒരു വിസിലൂടി വരുത്താം കേട്ടോ. അടച്ചിട്ട് പടവലങ്ങ വേഗം വേവുമ്പോൾ ഒരു വിസിൽ മതി. അടുപ്പത്ത് വെച്ചു, ഒരു വിസിൽ വരട്ടെ. പ്രഷർ പോയിട്ടില്ല കേട്ടോ, വിസിലൊക്കെ വന്നു, പ്രഷർ പോയിട്ടില്ല. നാളികേരം അതിലേക്ക് അരയ്ക്കണം, ജീരകം കൂട്ടിയിട്ടാണ് അരയ്ക്കേണ്ടത് കേട്ടോ. മിക്സി എടുത്ത് കൊണ്ടുവന്നു, മിക്സിയുടെ ജാറ് കൊണ്ടുവന്നു. അതിലേക്ക് കുറച്ച് മതി, അധികം കറിയൊന്നുമില്ല അതിൽ കേട്ടോ. നമ്മൾ കുറച്ച് ആൾക്കാരുള്ള കാരണം ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നാളികേരം, ഒരു കപ്പ് നാളികേരം എന്ന് പറയാം. അതായത് കണ്ടില്ലേ, ഇത്ര നാളികേരം മതി, ഒരു മുറിയുടെ പകുതിയുള്ളൂ അത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ടു. ഒന്നരയ്ക്കാം. ഒന്നരച്ച് ലേശം വെള്ളം കൊണ്ട് ചേർത്ത് അരയ്ക്കാം കേട്ടോ. അരഞ്ഞു കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. പടവലങ്ങ ഇട്ടത് ഒരു വിസിൽ വന്നപ്പോൾ വെന്തിട്ടുണ്ട്. നാളികേരം അരച്ചത് ഒഴിക്കാം. നാളികേരം ഒഴിച്ചു, ഇളക്കാം. നമുക്കിതിലേക്ക് ഇതൊന്ന് തിളച്ചോട്ടെ കേട്ടോ. വെള്ളം കൂട്ടി നാളികേരം അരച്ചതല്ലേ, ഒന്ന് തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ ഇപ്പുറത്തുള്ള അടുപ്പത്ത് കടുക് മുളകൊക്കെ വറുത്തിടാനുള്ളത് വയ്ക്കാം. നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. തിളച്ചു കിട്ടുക, നമുക്കിത് ഓഫാക്കാം. വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിടാം. വറ്റൽമുളക് പൊട്ടൽ കഴിഞ്ഞിട്ട്, കടുക് പൊട്ടൽ കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇട്ടു. ഇനി കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇളക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് തിളക്കണുണ്ടല്ലേ.
ഇപ്പം നമ്മളുടെ പരിപ്പും പടവലങ്ങയും കൂടിയിട്ട് നാളികേരം അരച്ച് വറുത്തിട്ടത് അടിപൊളിയാണ്. ഒട്ടും പുളിയൊന്നുമില്ലാത്ത കൂട്ടാനാട്ടോ, നല്ല സ്വാദാണ്. ഇതും വാരി വാരി ഊണ് കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. കണ്ടോ, നേരത്തേക്കാളും കുറച്ചും കൂടി കട്ടിയായി കണ്ടോ ഇരുന്നപ്പോൾ. നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം. ഇത് മാത്രം മതി ഊണ് കഴിക്കാൻ കേട്ടോ. പരിപ്പ് എന്ന് വെച്ചാൽ അതിൽ നന്നായിട്ട് പ്രോട്ടീനൊക്കെ ഉണ്ട്. പിന്നെ പടവലങ്ങ വിറ്റാമിനൊക്കെ ഉണ്ട്, ഫൈബറുണ്ട്. അടിപൊളി കൂട്ടാൻ അല്ലേ, നോക്കൂ, സൂപ്പർ. ഊണ് കഴിക്കാം അല്ലേ. വെച്ചിട്ടുണ്ടോ ഇതുപോലെ? വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം, എങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ. പുളി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് പുളി ഇഷ്ടമാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഞാൻ വെക്കാറുണ്ട്. അതായത് ഒരു സിമ്പിൾ കറി പടവലങ്ങ കൊണ്ട്. ധാരാളം ഫൈബറൊക്കെ ഉള്ള സാധനമാണ് ഈ പടവലങ്ങ എന്ന് പറഞ്ഞത്. നല്ല സാധനമാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കേ.